ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ മീറ്റിംഗ് അവസാനം കഥാദാസൻ പാസ്റ്റർ എം കെ സ്കറിയ അവർ ലീഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് വചന ശുശ്രൂഷ നമ്മുടെ നടുവിൽ നിർവഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ചെറിയാൻ, നമുക്ക് എല്ലാവർക്കും പരിചിതനായ നമ്മുടെ ഡിവൈൻ പ്രൈം മിനിസ്ട്രീസ് ഇന്ത്യയുടെ അനുഗ്രഹിക്കപ്പെട്ട അംഗമായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ നടുവിൽ ശക്തമായി ഉപയോഗിക്കട്ടെ. ഓവർ ടു യു പാസ്റ്റർ ജോസഫ് ചെറിയാൻ. Amen. Praise the Lord. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കർത്തൃഭൃത്യന്മാർക്കും ആമേൻ ദൈവദാസന്മാർക്കും സ്നേഹത്തെയും വചനത്തെയും അറിയിക്കുന്ന ഒരിക്കൽ കൂടെ ദിവസങ്ങളിൽ പ്രഭാതത്തിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ചല്ലോ. ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് എന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ലീഡർഷിപ്പിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, വർഗീസ് പാസ്റ്റർ കുടുംബം, എം കെ സ്കറിയ പാസ്റ്റർ കുടുംബം, ഇന്നത്തെ ആമേൻ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയ ജസ്റ്റിൻ രാജ് പാസ്റ്റർ കുടുംബം, ജെയിംസ് വർഗീസ് പാസ്റ്റർ കുടുംബം, ഹല്ലേലൂയ, അതുപോലെ തന്നെ ജോയ് ചാൻ കുടുംബം, സ്തോത്രം, രാജൻ സാർ കുടുംബം, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കായിട്ടും വന്ദനം ചെയ്യുന്നു. ഫിലിപ്പ് ജോൺ പാസ്റ്റർ ഉണ്ടല്ലോ, മറ്റേ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം, ലാലച്ചൻ ബ്രദർ, അങ്ങനെ എല്ലാവരും പരിചിതരാണ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥന ചോദിക്കുന്നു. ഇവിടുത്തെ മിനിസ്ട്രിയുടെ സമയം ഏറെക്കുറെ മാർച്ച് മാസം കൊണ്ട് അവസാനിക്കുന്നതിന് ശേഷമായി മുന്നോട്ടുള്ള ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ കേരളത്തിലേക്ക് ഒരു മാറ്റം ഞങ്ങളുടെ റീജിയന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വിൽസൺ ജോസഫ് പാസ്റ്റർ പറയുവാനായിട്ടിടയായി. പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ സെൻട്രൽ ചർച്ചിലേക്ക് അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള വാത്സല്യ മുഖാന്തരമായിട്ട് പറയുവാനിടയായി. അതിനുശേഷമായിട്ട് ആ ചർച്ചും കോട്ടയത്തുള്ള ഒരു ചർച്ചുമായിട്ട് വെച്ചുമാറുന്നതിനെ കുറിച്ചും സംസാരിക്കുവാനിടയായി. ഞങ്ങൾ 3 ദിവസം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് കേരളത്തിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ആലോചനയാണ് നൽകുവാനിടയായത്. അത് മുഖാന്തരമായി വീണ്ടും പ്രാർത്ഥനയിലായിരിക്കുന്നു. തക്ക സമയത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി ദൈവജനത്തിന്റെ പ്രാർത്ഥന ചോദിക്കുന്ന കൃപയാൽ ഞങ്ങളെ കുടുംബമായി കുഞ്ഞുങ്ങളെ കർത്താവ് തന്റെ കരുണയുള്ള ചിറകടിയിൽ ഭദ്രമായി പരിപാലിക്കത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം നോക്കുന്നത് നമ്മുടെ കർത്താവിന്റെ തിരുമുഖത്തേക്കാണ്. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിതരാകുവാനായിട്ട് ഇടയായി തീരുകയില്ല. ഈ ലോകത്തൊരു പക്ഷേ പലതും നമുക്ക് ഉണ്ടായി എന്നിരിക്കത്തില്ല, മറ്റുള്ളവരെ പോലെ പലതും നമുക്കുണ്ടായി എന്നിരിക്കത്തില്ല. എന്നാൽ നമ്മോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാനിടയാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ടിടയാകുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി വിട്ടുകൊടുത്താൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയോടെ ദൈവസനിലായിരിക്കുമ്പോൾ, ദൈവസനിൽ ആത്മതപനം ചെയ്യുമ്പോൾ തക്ക സമയത്ത് ലോകം എന്തും പറയട്ടെ, ആരും എന്തും പറയട്ടെ, നീ പരിഭ്രമിച്ചു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മറുതലിക്കുന്ന പിറുപിറുക്കുന്ന അനുഭവത്തിലൂടെ പോകരുത്. തക്ക സമയത്ത് വെളിപ്പെടുത്തുവാനുള്ളത്, തക്ക സമയത്ത് നൽകുവാനുള്ളത്, തക്ക സമയത്ത് മാനിപ്പാനുള്ളത്. ശമന രഗതന റീബൽ ശന്തരെ ദൈവവചനം അനുസരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി അവർ ഏതവസ്ഥയിൽ പോയാലും, രോഗത്തിന്റെ അങ്ങേയറ്റത്തെ ഡോക്ടേഴ്സ് ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ പോയാലും, ഹല്ലേലൂയ, ശരീരത്തിലാകട്ടെ മനസ്സിലാകട്ടെ ഭൗതിക നന്മയുള്ള ബന്ധത്തിലാകട്ടെ, ഏത് ക്ലേശങ്ങളിലൂടെ പോയാലും അതിന്റെ മധ്യത്തിൽ അതിനെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ശക്തനായ ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഉത്തമ ബോധ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവനാണ് എന്റെ ഉപനിധി, അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥനാണ്, അവൻ എനിക്ക് വേണ്ടി ന്യായാധിപനാണ്, അവൻ എനിക്ക് വേണ്ടി രാജാതിരാജാവാണ്, അവൻ എന്റെ ദൈവമാണ്. ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? ഞാൻ ആരാധിച്ചു നിൽക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉറച്ച വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നേറുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു കാരണവശാലും ലജ്ജിച്ചു പോകുവാനിടയാകില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഭൗതികമായി ഹല്ലേലൂയ സ്ഥാനമാനങ്ങളുടെ ബന്ധത്തിലൊക്കെ ചിലത് നമുക്ക് ഉണ്ടായി എന്നിരിക്കത്തില്ല. ഡസന്റ് മാറ്റർ, അത് ഇവിടെ വെച്ച് തീരുന്നതാണ്. എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്. നിത്യതയെ ലക്ഷ്യമാക്കി വേണം നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് സഹായിക്കട്ടെ. അല്പനിമിഷത്തെ
ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 11. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 11-ാമത്തെ വാക്യം ആരെങ്കിലും എടുത്തെങ്കിൽ വേഗത്തിലൊന്ന് വായിക്കാം. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. നമ്മൾ ആരുടെ വാക്കാണ് അധികം വിശ്വസിക്കുന്നത്? ഈ വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ആമേൻ. അതിന്റെ ആദ്യത്തെ ഭാഗം ഒരു അദ്രമുത്യ കപ്പലിലായിരുന്നുവെങ്കിൽ അത് ശുഭതുറമുഖം വരെ ആയിരുന്നുവെങ്കിൽ അവിടെ വെച്ച് ആമേൻ ഒരു ഇറ്റലിയിലേക്ക് പോകുന്നതായ ആമേൻ ഒരു അലക്സാൻഡ്രിയൻ ഗ്രെയിൻ ആമൻ അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിലാകുവാനിടയായി. ആമൻ ആ കപ്പലിനെതിരെ ആമേ ഹല്ലേലൂയ ഈശാന മൂലൻ ആഞ്ഞടിക്കുകയും ആമേ ഹല്ലേലൂയ അത് മുഖാന്തരമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആമേ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ആമേ ചില കൂടിയാലോചനകൾ നടക്കുവാനിടയായി. ആമൻ ആ കൂടിയാലോചനയോടുള്ള ബന്ധത്തിലാണ് ആമൻ ഈ വേദഭാഗം നമുക്ക് കാണുവാൻ തക്കോണം ഇടയായി തീരുന്നത്. നമുക്കറിയാം ഇസ്രായേൽ വെച്ച് ആമൻ പൗലോസിനെ പല പ്രാവശ്യം പലരാൽ ആമൻ മാറി മാറി കുറ്റവിചാരണ നടത്തുവാനിടയായി. ആദ്യമായി മതത്തിന്റെ കുറ്റവിചാരണയായിരുന്നു പുരോഹിതന്മാരാൽ സെൻഹദ്രീൻ സംഘത്താൽ. ആമൻ അതിനുശേഷമായി ആമൻ നാടുവാഴികളായ രാജാക്കന്മാരാലായിരുന്നു. ആമൻ അതിനുശേഷമായി റോമൻ ഗവൺമെന്റിന്റെ ദേശാധിപതി അല്ലെങ്കിൽ ഗവർണറാലായിരുന്നു. അതിന്റെ അവസാനത്തെ ആമൻ കുറ്റവിചാരണ നടന്നത് 26-ാമത്തെ അധ്യായത്തിലാണ്. ആമൻ ആ 26-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലജ്ജിക്കാതെ പറയുകയും അതിനോടുള്ള ബന്ധത്തിൽ താൻ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കുകയും മാത്രമല്ല ആമേ ഹല്ലേലൂയ കൈസറെ റോമൻ ചക്രവർത്തിയെ അദ്ദേഹം അഭയം ചൊല്ലുകയും ചെയ്തു. 26-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്യങ്ങളിൽ ആമേ രാജാവും ഹല്ലേലൂയ ഹെരോദാവും ആമേ ഹല്ലേലൂയ ഗവർണറും ഒരുമിച്ച് ആമേ ഹല്ലേലൂയ തമ്മിൽ സംസാരിച്ചു. ഈ മനുഷ്യൻ ആമേ മരണത്തിനോ ചങ്ങലയ്ക്കോ ഉള്ള യാതൊന്നും ചെയ്തിട്ടില്ല. ആമൻ അവനെ നമുക്ക് വെറുതെ വിടാമായിരുന്നു. എന്നാൽ അവൻ കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് നമുക്ക് അവനെ വെറുതെ വിടുവാൻ കഴിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവനിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല എന്ന് ആമേ ഗവർണർ വിധി എഴുതിയിട്ട് പോലും ആമേ ക്രൂശിലെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇതാ പൗലോസിനെ കുറിച്ച് ഒരു രാജാവും ആമേ അന്നത്തെ ചക്രവർത്തിയുടെ ആമേ പ്രതിനിധിയായ ആമൻ ആ ദേശങ്ങളുടെ അധിപതിയായ ഗവർണറും ഒരുമിച്ച് പറയുന്നു, ഇവൻ ചങ്ങലയ്ക്ക് യോഗ്യമായതോ ഇവൻ മരണത്തിന് യോഗ്യമായതോ യാതൊന്നും ചെയ്തിട്ടില്ല. ദൈവ പൈതലേ, മണ്ണും മനസ്സും അറിയാത്ത ചില വിഷയങ്ങളിൽ ആമൻ ഒരുപക്ഷെ നിന്നെ പെടുത്തി എന്ന് വരാം. ആമേ അത് മുഖാന്തരമായി നിനക്കെതിരെ കമ്മിറ്റികൾ കൂടിയെന്ന് വരാം. ആമൻ അതിനെതിരെ നിനക്ക് വേണ്ടി പ്രസ്ബിറ്ററികൾ കൂടിയെന്ന് വരാം. ആമേ ഹല്ലേലൂയ അയൽക്കൂട്ടങ്ങൾ കൂടിയെന്ന് വരാം. ആമേ ഹല്ലേലൂയ കൂട്ടത്തിൽ നിന്നവരും ആമേ സഹോദരങ്ങളും പോലും തിരിഞ്ഞു എന്ന് വരാം. ആമൻ എന്നാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്ന പൗലോസിനെ പോലെ ആമേ കർത്തൃ സന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പകരുന്നുവെങ്കിൽ ആമൻ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമൻ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ആമേ ഹല്ലേലൂയ റോമിലേക്ക് അയക്കുന്നത്. ആമേ ഹല്ലേലൂയ റോമിലേക്ക് എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? പൗലോസേ, നീ ദൈവത്തിന്റെ വചനമുള്ളവനല്ലേ, ദൈവത്തിന്റെ വെളിപ്പാടുള്ളവനല്ലേ? ഇവിടെ വെച്ച് നിനക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. എന്തിനു വേണ്ടി നീ റോമിലേക്ക് പോകുവാൻ? അല്ലെങ്കിൽ ആമേ ഹല്ലേലൂയ കൈസറെ ആമേ ചക്രവർത്തി അഭയം ചൊല്ലുവാനിടയായി. ആമേ ഹല്ലേലൂയ ആമൻ ഈ സകല വിധത്തിലുള്ള ആമേ ദോഷങ്ങളും നിറഞ്ഞതായ ആമൻ ഇസ്രായേലിൽ നിന്ന് ഒന്ന് വെളിയിലേക്ക് വരണം. എന്തിനു വെളിയിലേക്ക് വരണമെന്ന് ചോദിച്ചാൽ ആമേ റോമിൽ ചെന്നിട്ട് അവിടെ ഒരു ഹൗസ് അറസ്റ്റ് നിനക്കുണ്ട്. ഏറെക്കുറെ 2 വർഷക്കാലത്തോളം ഒരു ഹൗസ് അറസ്റ്റ്. എന്തിനു വേണ്ടിയാണ് അതെന്ന് ചോദിച്ചാൽ ആമേ സാധാരണ ഏറ്റവും ആമൻ അങ്ങേയറ്റത്തെ തെറ്റ് ചെയ്തവരെ ആമേ രാജാവിനും ഗവർണർക്കും ശിക്ഷ വിധിപ്പാൻ കഴിയാത്തവരെയാണ് ആമൻ അങ്ങേ അറ്റത്തെ പണിഷ്മെന്റ് കൊടുക്കുവാൻ ആമൻ റോമിലേക്ക് ചക്രവർത്തിയുടെ അടുത്തേക്ക് അയക്കുന്നത്. ആമൻ അങ്ങനെ ഒരു തെറ്റ് പൗലോസിന്റെ ജീവിതത്തിലില്ല. പിന്നെ എന്തിന് അയച്ചു എന്ന് ചോദിച്ചാൽ അവിടെ 2 വർഷക്കാലം ഗവൺമെന്റിനാൽ നൽകപ്പെട്ട ഹൗസ് അറസ്റ്റ്. ആമേ ഗവൺമെന്റിന് ഔദ്യോഗികമായ അത് ഹൗസ് അറസ്റ്റ് ആണെങ്കിൽ പോലും ആമേ സ്വർഗീയ ഗവൺമെന്റിന് ആമൻ അത് ദർശനങ്ങളുടെ സമയമാണ്, അത് വെളിപ്പാടുകളുടെ സമയമാണ്. അന്നത്തെ സഭ തുടങ്ങി ഇന്ന് വരെയുള്ള സഭയ്ക്ക്, ഇനി വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് കർത്താവിന്റെ കാഹളം
കാഹളം ധ്വനിക്കുവോളം ആമേൻ ഉള്ളതായ ദൈവസഭയ്ക്ക് ദൈവജനത്തിന് ആമേൻ കൊടുക്കുവാനുള്ള ഉപദേശങ്ങൾ ഡോക്ട്രിൻസ് ആമേൻ നൽകുവാനുള്ള സമയമത്രേ ആമേൻ റോമിലെ ഹൗസ് അറസ്റ്റ് എന്ന് പറയുന്നത്. ആമേൻ ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ആമേൻ വടക്കേ ഇന്ത്യയിൽ ജയിലിൽ പിടിച്ചിട്ട് ഒരു ദൈവദാസന്റെ സാക്ഷ്യം പാസ്റ്റർ സന്തോഷിന്റെ സാക്ഷ്യം കേൾക്കുവാനിടയായി. 3 ആഴ്ചക്കാലമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. അദ്ദേഹം പറഞ്ഞ കർത്തൃദാസനെ ആമേൻ ജയിലിലെ ട്രോമ എന്ന് പറയുന്നത് അതികഠിനമാണ്, അനുസരിപ്പാൻ നമുക്ക് അനുഭവിപ്പാൻ കഴിയില്ല. ആമേൻ വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത സ്ട്രെസ്സാണ്, ടെൻഷനാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത നമ്മെ അതുപോലുള്ള കുറ്റവാളികളോട് കൂടെ കടത്തിയിരിക്കുമ്പോൾ ആമേൻ വല്ലാത്തൊരു പ്രയാസമാണ്. ആമേൻ മനസ്സ് ആകപ്പാടെ വിങ്ങുന്ന, ഹൃദയം പൊട്ടുന്ന അനുഭവം ഉണ്ടാകും. ആമേൻ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചുവെന്ന് ആമേൻ ദൈവത്തോട് പിറുപിറുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആമേൻ വല്ലാത്തൊരു അനുഭവമാണ്. എന്നാൽ അതുപോലെ വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നുപോയ പൗലോസ് ആമേൻ തന്റെ അരുമ ശിഷ്യനോട് പറയുന്നു, ആമേൻ നീയോ തിമോത്തിയോസേ അതേ ജയിലിലെ കഷ്ടതയുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് പറയുകയാ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. ആമേൻ അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ആമേൻ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. വീണ്ടും താൻ പറയുകയാ, ആമേൻ കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചു കൊള്ളുവീൻ. ആമേൻ ഒരു ദൈവ പൈതലിനെ ആരെവിടെ കൊണ്ട് അടച്ചാലും ആമേൻ അവനത് വിഷയമല്ല. ആമേൻ അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാ, ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ സ്ഥലമാ. അവിടെ അവൻ ദർശനങ്ങൾ പ്രാപിക്കുന്ന സ്ഥലമാ, അവനോട് വെളിപ്പാടുണ്ടാകുന്ന സ്ഥലമാ. അവിടെ ദൈവസഭയ്ക്കുള്ള ദൂതുകൾ, ദൈവസഭയ്ക്കുള്ള ഉപദേശങ്ങൾ ആമേൻ എഴുതി അറിയിക്കുവാനുള്ള സ്ഥലമാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അഭിഷിക്തന്മാർ, ദൈവമക്കൾ അതികഠിനമായ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വെളിയിൽ വരുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ചില വെളിപ്പാടുകൾ, അവൻ ചില ദൂതുകൾ, അവൻ ചില ഉപദേശങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് മടങ്ങി വരുന്നത്. ആകയാൽ ദൈവം അറിയാത്ത, ദൈവ സാന്നിധ്യത്തിന് കടന്നു വരുവാൻ സാധിക്കാത്ത, ദൈവ ദൂതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവൻ നിന്നെ വിടുവാൻ ഇടയായി തീരുകയില്ല. അവൻ സകല പ്രതികൂലവും അവൻ നമുക്ക് വേണ്ടി നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശുഭനുറവത്ത് പുറപ്പെടുമ്പോൾ ആമേഹല്യ കാലാവസ്ഥ പ്രതികൂലമായി അതിന്റെ കഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ തമ്മിൽ കൂടിയാലോചിക്കുവാനിടയായി. ആമേൻ അങ്ങനെ കൂടിയാലോചിച്ചപ്പോൾ ആമേൻ നമുക്കറിയാം, ഒരു കപ്പലിന്റെ തീരുമാനമെടുക്കുന്ന കപ്പിത്താനാണ്, അല്ലെങ്കിൽ ആമേ ഹല്ലേലൂയ മാലൂമിയാണ്, ആമേ ഹല്ലേലൂയ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്. ഹല്ലേലൂയ. ആമേൻ ഇനി അതിനകത്ത് കപ്പലിന്റെ ഉടമസ്ഥനുണ്ടെങ്കിൽ ആമേ കപ്പലിന്റെ ഉടമസ്ഥനോട് കൂടിയാലോചിക്കും. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് ആമേ ഹല്ലേലൂയ പുറപ്പെടുന്നതും ആമേ ഹല്ലേലൂയ നങ്കൂരമിടുന്നതും. ആമേൻ പ്രത്യേകാൽ ഈ കപ്പൽ ഇപ്പോൾ ആമേ ഹല്ലേലൂയ യൂലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ ആമേ ഹല്ലേലൂയ പൗലോസ് സഹിതമുള്ള എല്ലാ തടവുകാരെയും ആമേ റോമിൽ എത്തിക്കുവാൻ തക്കൊണ്ട് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന 100 പടയാളികളുടെ അധിപനാണ് യൂലിയോസ്. ആമേ യൂലിയോസ് ഇതിനകത്ത് കയറിയതുകൊണ്ട് ഈ കപ്പലിന്റെ നിയന്ത്രണം ഗവൺമെന്റിന്റേതായി തീരുവാനിടയായി. ഇപ്പോൾ ഈ കപ്പല് ആമേ ധാന്യങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലാണ്, സെയിലിംഗ് ഷിപ്പാണ്. എന്നാൽ ഇതിപ്പോൾ ഗവൺമെന്റിന്റെ ആമേ ഹല്ലേലൂയ ആമേ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ കപ്പലിന്റെ ഉടമസ്ഥനായാലും ആമേ കപ്പിത്താനായാലും മാലൂമിയായാലും ആമൻ ഇദ്ദേഹത്തോട് ചോദിക്കണം. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് പോകുവാൻ സാധിക്കൂ. ആമൻ ആയതുകൊണ്ട് ആമൻ ഇവർ ഹല്ലേലൂയ ആമൻ ദേശാദ് യൂലിയോസ് എന്ന് പറയുന്ന ആമൻ ഹല്ലേലൂയ സെഞ്ചൂറിയനോട് ചോദിച്ച് എന്താണ് ചെയ്യേണ്ടത്. Praise the Lord. അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ. ആമേൻ ഗവൺമെന്റ് ആണ് ഫൈനൽ ഡിസിഷൻ. ആമേൻ അവർ എന്ത് ആമേൻ തീരുമാനങ്ങളും എടുക്കട്ടെ, ഏത് നിയമങ്ങളും കൊണ്ടുവരട്ടെ. ആമേൻ സുവിശേഷത്തിന് വിരുദ്ധമായി ഭാരതത്തിൽ എത്രയോ സ്റ്റേറ്റുകളിൽ അതികഠിനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അവിടെ ഇന്നും കർത്താവിന്റെ അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ താമസം ശുശ്രൂഷിക്കാൻ കർത്താവ് ഞങ്ങൾക്കും കൃപ ചെയ്തു. ഇന്നും സുവിശേഷമുണ്ട്, ഇന്നും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്, ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ട്. ആമേ സുവിശേഷം മുഖാന്തരം ആമേ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ആമേ കാഹളം ധ്വനിക്കും വരെയും ഒരു ശക്തിക്കും ഒരു ഗവൺമെന്റിനും ഒരു അധികാരത്തിനും ആമേ സുവിശേഷത്തിന്റെ നാവിനെ അടപ്പിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേ എന്നാൽ അതിനു മുമ്പായി ഒരു പ്രബോധനം ഉണ്ടാകുവാനിടയായി. യൂലിയോസിന് ആമേ പൗലോസിനോട് ദയ തോന്നിയിട്ട് അദ്ദേഹത്തെ ഒരു തടവുകാരുടെ കൂട്ടത്തിൽ ഇടാതെ തന്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ പോകുവാൻ കപ്പലിനകത്ത് സ്വാതന്ത്ര്യം കൊടുത്തു. കാരണം അദ്ദേഹം ഒരു മതത്തിന്റെ ആമേ ഹല്ലേലൂയ കുറ്റ വിചാരകനാണ്. ആമേൻ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. ആമേൻ അതുകൊണ്ട്
കുറ്റവാളികളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് വേർപെടുത്തിയ സ്നേഹിതന്മാരുടെ അടുത്ത് പോകുവാനിടയായി. അവൻ മാത്രമല്ല, പൗലോസ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ല പഠിപ്പുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഇവർ പൗലോസിനെ കൺസൾട്ട് ചെയ്യുവാനിടയായി എന്നാണ് ഒരു ദൈവഭൃത്യൻ പറയുവാനിടയായത്. അങ്ങനെ പൗലോസിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പൗലോസ് ഒരു തീരുമാനം പറയുകയല്ല. വെളിയിലേക്ക് ഇറങ്ങി ഡെക്കിൽ നിന്നുകൊണ്ട് ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് ഒരു ആലോചന പറയുകയല്ല ചെയ്യുന്നത്. 10ാമത്തെ വാക്യത്തിൽ അവൻ പ്രബോധിപ്പിച്ചു എന്നാ കാണുന്നത്. പ്രഭു മുമ്പോട്ടുള്ള യാത്രയെ കുറിച്ച് ഒരു പ്രബോധനം നൽകുന്ന പൗലോസ്, ഒരു പ്രബോധനം നൽകണമെങ്കിൽ ഒരു വെളിപ്പാട് ആവശ്യമാണ്. ആ പടകിനകത്ത് തന്നോടുകൂടിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, തന്നോടുകൂടിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് ആലോചന കൈമാറുകയാ. നാം ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. എന്റെ ഉള്ളമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വചനമുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖത്തിന്റെ പ്രകാശമാണ്, അവൻ നിന്റെ രക്ഷയാണ്, അവൻ നിന്നെ ലജ്ജിപ്പിക്കുവാൻ സമ്മതിക്കത്തില്ല. പൗലോസ് ഒരു പ്രബോധനമാ പറയുന്നത്. സദാധിപൻ തീരുമാനം പറയുന്നു. മാലൂമി കാലാവസ്ഥയെ ഗണിച്ചിട്ട് ഹല്ലേലൂയ ചില പോസിബിലിറ്റീസ് പറയുന്നു. എന്നാൽ പൗലോസ് പറയുന്ന ഒരു പ്രബോധനമാ. ഇന്ന് പലരും പല ശുശ്രൂഷകന്മാരും പ്രത്യേകിച്ച് പല മിനിസ്ട്രികളും ഉള്ളവർ പോസിബിലിറ്റീസ് ദൂതുകളായി നൽകുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകമുള്ളവർ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച് അധികാരത്തോടുകൂടെ ദൂതുകൾ നൽകുകയാ, അധികാരത്തോടുകൂടെ വചനം നൽകുകയാ, അധികാരത്തോടുകൂടെ ഹല്ലേലൂയ എക്സോർട്ടേഷൻ നൽകുകയാ. ഇവിടെ പൗലോസ് പറയുകയാണ്, പുരുഷന്മാരെ ഈ യാത്രയിൽ സേർസ് എന്നുള്ളതായ ഒരു വാചകം പുരുഷന്മാർ എന്നുള്ളതിന്റെ ഗ്രീക്ക് ഈക്വലന്റ്. ഈ യാത്രയിൽ ചരക്കിന് മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, നമ്മുടെ പ്രാണങ്ങൾക്ക് മേറിയ കഷ്ടനഷ്ടമുണ്ട്. 3 പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു. ചരക്ക് നഷ്ടപ്പെടും, കപ്പലിന് ഛേദം സംഭവിക്കും, 3 പ്രാണങ്ങൾക്കും നഷ്ടമുണ്ടാകും. എന്നാൽ ശതാധിപൻ മാലൂമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്കുകളെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് സെയിൽ ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അനുവാദം കൊടുത്തു. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം. മുന്നോട്ടുള്ളതായ യാത്രയിൽ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിക്കുകയും ആ കൊടുങ്കാറ്റടിച്ചതിന്റെ ഫലമായി കപ്പലിന് ഛേദം വരുവാനിടയാകുന്നു. ധാന്യങ്ങൾക്ക് ഛേദം വരുവാൻ, ധാന്യങ്ങൾ കടലിൽ എറിഞ്ഞു കളയേണ്ട അനുഭവം വരുന്നു. മറ്റൊരു പട്ടണത്തിലെ ആൾക്കാർക്ക് ഭക്ഷിക്കേണ്ട ഭക്ഷണം എറിഞ്ഞു കളയേണ്ട അനുഭവം വരുന്നു. ദൈവവചനം, ദൈവത്തിന്റെ ദൂത്, അഭിഷിക്തൻ പറഞ്ഞതായ വചനം, വാക്കുകൾ അനുസരിക്കാതെ കൊണ്ട് വല്ലാത്ത നഷ്ടങ്ങൾ, ഷിപ്രക്ക്, സഭകൾ പിളരുന്ന അനുഭവങ്ങൾ, നാളെ ഉപയോഗിക്കേണ്ടത് ഇല്ലാതെ വരുന്ന അനുഭവങ്ങൾ, ദൈവം തന്ന നന്മകൾ അന്യന്മാർ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രബോധനം, ദൈവത്തിന്റെ അഭിഷേക്തന്മാർ പറയുന്ന ദൂതുകൾ. നാം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിന്റെ 4 തലമുറയുടെ 400-ൽ പരം സ്തോത്രം വർഷത്തെ അടിമത്തം അവസാനിപ്പിക്കുവാൻ ദൈവം മോശയെ അയക്കുവാനിടയായി. 10 ബാധകൾ അവരുടെ മേൽ വരുവാനിടയായി. ആ 10 ബാധകൾ വന്നപ്പോൾ 7ാമത്തെ ബാധയുള്ള ബന്ധത്തിൽ 9:20 പുറപ്പാട് പുസ്തകം 9:20 വാക്യത്തിൽ മോശ പറയുന്നതായ ഒരു ദൂതുണ്ട്. ഫറവോന്റെ ഭൃത്യന്മാർ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. മോശ പറഞ്ഞു, നാളെ ഈ സമയത്ത് 24 മണിക്കൂർ തികയുമ്പോൾ വല്ലാത്ത ഒരു ഹെയിൽ സ്റ്റോൺ ഉണ്ടാകുവാൻ, ഒരു കൽമഴ ഉണ്ടാകുവാനിടയാകും. കൽമഴയിൽ നിങ്ങളുടെ മൃഗങ്ങളും ദാസന്മാരും ദാസിമാരും രക്ഷപ്പെടണമെങ്കിൽ അവരെ ഭവനത്തിൽ കൂട്ടിവരുത്തണം. അവന്റെ ഭൃത്യന്മാർ, അവന്റെ ദാസന്മാർ, അവന്റെ ഭൃത്യന്മാരിൽ, ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനം മോശ മുഖാന്തരം കൊടുത്തത് അനുസരിപ്പാനിടയായി. അനുസരിച്ചവരുടെ ദാസന്മാരുടെയും മൃഗങ്ങളെയും അവർ വീട്ടിൽ വരുത്തി അവരെ രക്ഷിച്ചു. എന്നാൽ അനുസരിക്കാത്ത ചിലരുണ്ടായിരുന്നു. അവർ വെളിപ്രദേശത്തും വയലിലും അവരുടെ മൃഗങ്ങളെയും ദാസന്മാരെയും വിട്ടു. അവരുടെ മേൽ കൽമഴ പെയ്തു. അവർ നഷ്ടമാകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം ഫറവോന്റെ ഭൃത്യന്മാർ അനുസരിച്ചത് കൊണ്ട് അവരുടെ
ഏതിന് നഷ്ടം വരുവാനിടയായില്ല. ദൈവജനമേ, എന്റെ ഹല്ലേലൂയ ദൂതുകൾ അവസാനിപ്പിക്കും മുമ്പേ ഹല്ലേലൂയ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം വചനം തന്നില്ലേ? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ എഴുതപ്പെട്ട തിരുവചനം നമ്മുടെ കരങ്ങളിൽ തന്നില്ലേ? എത്ര പേർ തിരുവചനത്തിന്റെ ദൂതുകളെ ഏറ്റെടുക്കുന്നു? തിരുവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിന് നമ്മോടുള്ളതായ ആലോചനകളെ ഏറ്റെടുക്കുന്നു? അല്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, കൃപയിൽ നിൽക്കുന്നവർ വാലല്ല തലയാക്കുമെന്ന് പറയുന്നവരല്ല. തിരുവചനത്തെ അതേപോലെ ഹല്ലേലൂയ പ്രസംഗിക്കുന്നവർ, അതേപോലെ വചനം നൽകുന്നവർ, അതേപോലെ ദൂത് നൽകുന്നവർ, ഹല്ലേലൂയ ഗുണീകരണത്തിലുള്ള ദൂത് നൽകുന്നവർ, അവർ പറഞ്ഞ വചനം എത്രത്തോളം നാം ഏറ്റെടുത്തിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്. സദൃശവാക്യം 27:12 പറയുന്നു, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. വിവേകമുള്ളവൻ എന്നുള്ളതിന് പ്രൂഡന്റ് എന്നുള്ളതായ ഒരു വാക്കാണ് ഉപയോഗിച്ച്. പ്രൂഡന്റ് മാൻ ഫോർസീ ദ ഈവിൾ. കടന്നു വരുന്ന തിന്മകളെ, കടന്നു വരുന്ന പ്രതികൂലങ്ങളെ ദൈവമുള്ളവൻ, വിവേകമുള്ളവൻ, ദൈവത്തിന്റെ ജ്ഞാനമുള്ളവൻ മുന്നമേ കാണുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനിടയാകുന്നു. ഈ നാളുകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. ആകയാൽ അത് മുഖാന്തരമായി ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ചിലതിൽ നിന്ന് വിട്ടു നിൽക്കുക, പ്രബോധനത്തിന് ചെവി കൊടുക്കുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുകയാ. ഒരു നാളും ലജ്ജിതരായി പോകുകയില്ല. ആരൊക്കെ കൽമഴ പെയ്ത് വീണാലും, ആരൊക്കെ കൽപ്പച്ഛേദത്തിൽ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടാലും, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു, ആരുടെയും പ്രാണൻ നഷ്ടം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ ദൂത് കൈമാറുവാൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് കഴിയൂ. ദൈവ പൈതലേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ, നീ ഉപവസിക്കുന്ന വിഷയത്തിന്റെ മേൽ, നീ ഞെരുങ്ങുന്ന വിഷയത്തിന്റെ മേൽ, നീ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആലോചന നിന്നോടുണ്ട്. നീ ദൈവത്തിന് സ്ഥിരപ്പെട്ടെ, വിവേകത്തോടുകൂടെ മുന്നേറിക്കെ, ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ പ്രബോധനത്തിന്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്തേ. ചില അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ വന്നു എന്നിരിക്കാം, ചില രോഗങ്ങളുടെ അതികഠിനമായ തീച്ചുളയിലൂടെ പോകേണ്ടി വന്നു എന്നിരിക്കാം, ഞെരുക്കത്തിന്റെ അപ്പം തിന്നേണ്ടി വന്നു എന്നിരിക്കാം. എന്നാൽ ഒരു കാര്യം സുഖമാണ്, ഷുവറാണ്. മഹത്വത്തിന്റെ പ്രത്യാശ കർത്താവ് നിന്നെ തന്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കും. അവൻ നിന്നെ റോമിൽ കൊണ്ടെത്തിക്കും. വാഗ്ദത്ത ദേശത്ത് നിന്റെ തലമുറയെ, വാഗ്ദത്ത ദേശത്ത് നിന്നെ വരുവാനുള്ള ഒരു ഉണർവിനോടുള്ള ബന്ധത്തിൽ അയച്ചിരിക്കുന്ന ദേശങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന്, അനേകരെ വിടുവിക്കേണ്ടതിന് ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. ഈ അയപ്പിൽ ചില പ്രതികൂലങ്ങൾ ഉണ്ട്, എന്നാൽ അവനാണ് ആലോചന പറഞ്ഞിരിക്കുന്നത്. പ്രബോധന പ്രകാരം മുന്നേറുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവകർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം തന്ന കർത്താവിന്റെ വിലയേറിയ ഭൃത്യന്മാരോട് പ്രിയമുള്ള നന്ദി അറിയിക്കുന്നു. God bless you and God bless you. Praise the Lord. Thank you. Thank you, Jesus. Praise the Lord. Master T.G. സജീവൻ അവர்கள் പ്രാർത്ഥിച്ച് കുര്യൻ മാസ്റ്റർ ആശ്വാസം പറയണമേ.